80 ദിവസം കടലിൽ നിന്ന സമയത്ത് കരയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കടലിൽ നിന്ന സമയത്ത് എങ്ങനെയാണ് ക്യാരവനും ഫെസിലിറ്റീസ്? എന്തായാലും റെസ്റ്റ് എടുക്കണമല്ലോ. അവര് വേറെ കപ്പലിലേക്ക് ചാടി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ കപ്പലിലേക്ക് വരും. കുറച്ച് പലകകളുണ്ട്, പലകകള് അത് ബോട്ട് ഇങ്ങനെ ആടുമായിരിക്കും. പക്ഷെ നമ്മള് അവിടെ നിന്ന് ബാലൻസ് ഒക്കെ ചെയ്ത് 2-3 ദിവസം മുള്ളിയിട്ടില്ല. പിന്നെയാണ് പതുക്കെ വേറെ മാർഗമില്ലാത്ത ലാസ്റ്റ് ആയപ്പോ കൈയൊക്കെ വിട്ട് മുള്ളിയവരുണ്ട്. കയ്യൊക്കെ വിട്ടോ? ബോട്ടിന്റെ എഡ്ജില് അല്ലല്ല, ആദ്യം കടലിനകത്ത് ഇങ്ങനെ ഏറ്റവും വലിയ മുള്ളാൻ നിൽക്കുന്ന സമയത്ത് ഈ കാറ്റുള്ള അപ്രധാരയിൽ നിൽക്കുന്നു. അവസാനം ആ സ്പോട്ടിൽ ഒരു കൊടി വെച്ചു. ഉപ്പുളം തെറിച്ചാന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനെ തെറിച്ച ആൾക്കാരുണ്ട്. ഉപ്പൊള്ളാന്ന് വിചാരിച്ചു ഈ ബോട്ട് ഇങ്ങനെ അടിക്കുമ്പോ വെള്ളം തെറിക്കും. ഉപ്പൊള്ളാന്ന് വിചാരിച്ചിട്ട് അയ്യോ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നിങ്ങക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ. പിന്നെ അവിടെ ഇപ്പൊ എല്ലാവരും ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്തു. അതായത് വലിയ ഗുണാണ്ടന്മാർ ആരും ഇല്ലാത്ത, കാരണം വേറെ എല്ലാവരും ഒരു ഈക്വൽ സ്പേസിൽ ഈക്വൽ എല്ലാവർക്കും. അത് ആർക്കും ഒരു സ്പെഷ്യൽ പ്ലേസ് ഒന്നും ഇല്ല ഇരിക്കാനോ നിക്കാനോ. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാരും കൂടി ഒരുമിച്ച് നമ്മള് ടണല് നോക്കിയിരിക്കുന്നത്. സണ്ണിന്റെ ഡയറക്ഷൻ മാറി. ഈ ബോട്ട് ഇങ്ങനെ കറങ്ങുന്ന അനുസരിച്ച് സണ്ണിന്റെ ഈ തണല് കിട്ടുന്ന ഡയറക്ഷൻ മാറുമല്ലോ. എല്ലാരും ഇങ്ങനെ പോകുന്നതാണ്. ഒരു മറ്റേ ടൈം ലാപ്സ് വെച്ചിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കാണാം എല്ലാരും ഇതിനനുസരിച്ച് ഇങ്ങനെ പോകും. മറ്റേ വീൽ ഹൗസിനകത്ത് ഈ അട്ടിയിട്ട് കണക്കാണ് കിടക്കുക. ചിലപ്പോ ഒരാളുടെ കാലിന്റെ അവിടെ ആയിരിക്കും മറ്റേ തലയിരിക്കുന്നത്. ഇട്ടേക്കൂലേ, അതേപോലെ അടുക്കി അടുക്കി ഇട്ടുണ്ടാവും. ഓരോരുത്തരും ഷോട്ടിന് വിളിക്കുമ്പോ ഓരോരുത്തർ എണീറ്റ് പോകും. അവിടെ വേറെ ചില ദിവസങ്ങളിൽ എല്ലാവർക്കും ഷോട്ട് കാണില്ല. പക്ഷെ ആ ഹോൾ ഡേ നമ്മൾ ആ ബോട്ടിൽ ഉണ്ടാവണം. ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാണ് പാട്. കാരണം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ 80 ദിവസം അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ വേറെ തിരിച്ച് എത്താൻ അതായത് നല്ല കൂട്ടിളക്കം പിടിച്ചു കഴിഞ്ഞ് കടലിന്റെ നടുക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വേറെ നിവൃത്തിയില്ല. തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് വേറെ വഴിയില്ലല്ലോ. അപ്പൊ രാവിലെ കടലിൽ പോയ പിന്നെ രാത്രി അത്രയും ഒരു മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉച്ചക്ക് കഴിക്കാൻ നിങ്ങള് കഴിക്കാൻ പറ്റും എന്ന് പറയുന്നു. ഉച്ചകാല് ഷൂട്ട് കരയാൻ തുടങ്ങും ഞങ്ങള്. അതിന്റെ ഇടയ്ക്ക് തല്ലൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ രസം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലെ ചേട്ടന്മാർക്ക് ലൈറ്റ് ഒന്നും വെക്കണ്ട കടലായോണ്ട്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറെ ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്. ഇവരിരുന്ന് കടയെന്നായിരിക്കും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ട്രെയിന് വരും. കടലിൽ തന്നെ മീൻ പിടിക്കും. അതുപോലെ തന്നെ അത് എപ്പിക്കായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് ഈ ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ജോലിക്കാര്. അവർക്ക് ഫ്രീ ടൈം അവര് നേരെ ഫിഷ് ഒക്കെ ചെയ്ത് നേരെ ആദ്യത്തെ 2-3 ദിവസം ഇങ്ങനെ പൊള്ളിച്ചു വന്നു. പിന്നെ ഷൂട്ട് നിർത്തി എല്ലാവരും മീൻ കഴിക്കാൻ പോണോണ്ട് ഇനി ബോട്ടിൽ കുക്ക് ചെയ്യണ്ടെന്നൊരു തീരുമാനം വന്നു.